പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ആക്സസ് PSC ഓൺലൈനിൻ്റെ ഇന്നത്തെ സൈക്കോളജി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വിലയിരുത്തലും മൂല്യനിർണ്ണയവും അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ എന്ന ടോപ്പിക്കാണ് ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മുൻകൂട്ടി നിശ്ചയിച്ച ഉദ്ദേശങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പരിശോധനയാണ് വിലയിരുത്തലും മൂല്യനിർണ്ണയവും. അതുകൊണ്ടാണ് പഠനബോധന പ്രക്രിയയിൽ ഇതിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. വിലയിരുത്തലും മൂല്യനിർണ്ണയവും പരസ്പര പൂരകങ്ങളാണ്. ക്ലാസ് റൂം പ്രവർത്തനത്തിൻ്റെ ഉദ്ദേശങ്ങൾ എത്രമാത്രം കുട്ടിയിലെത്തിയെന്ന് അപ്പോൾ വിലയിരുത്തുന്നതിനും നിശ്ചിത ഇടവേളകളിൽ വിലയിരുത്തുന്നതിനും കുട്ടിയെ സഹായിക്കുന്നതിനും ഇത്തരം മൂല്യനിർണ്ണയത്തിലൂടെ കഴിയും. വിലയിരുത്തലും മൂല്യനിർണ്ണയവും തമ്മിൽ പ്രധാനപ്പെട്ട ചില വ്യത്യാസങ്ങളുണ്ട്. വിലയിരുത്തലിൽ പ്രവർത്തനത്തോടൊപ്പം നിരന്തരം നടത്തുന്ന പ്രക്രിയയാണ്. മൂല്യനിർണ്ണയം ഒരു നിശ്ചിത ഘട്ടം കഴിഞ്ഞാണ് നടക്കുന്നത്. വിലയിരുത്തൽ പ്രക്രിയക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. മൂല്യനിർണ്ണയം ക്ലാസ് കയറ്റത്തിനുള്ള അർഹത നിർണ്ണയിക്കുന്നതിന് പ്രാധാന്യം നൽകുന്നു. വിലയിരുത്തൽ കുട്ടിയെ സ്വയം മെച്ചപ്പെടലിന് സഹായിക്കുന്നു. കുട്ടി എന്തു നേടി എന്ന് തിരിച്ചറിയുന്നതിനും നേട്ടത്തിൻ്റെ നില എത്രത്തോളമാണ് എന്ന് നിർണ്ണയിക്കുന്നതിനും മൂല്യനിർണ്ണയം സഹായിക്കുന്നു. പഠനത്തിൽ കുട്ടി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നതിന് വിലയിരുത്തൽ സഹായിക്കുന്നു. എന്നാൽ പഠനത്തിൻ്റെ പുരോഗതി പ്രവചിക്കുന്നതിന് മൂല്യനിർണ്ണയം സഹായിക്കുന്നു. കുട്ടിയുടെ പഠന പുരോഗതി ഉറപ്പിക്കുന്നതിന് വിലയിരുത്തൽ സഹായിക്കുന്നുവെങ്കിൽ സ്ഥാനനിർണ്ണയത്തിന് മൂല്യനിർണ്ണയവും സഹായിക്കുന്നു. കുട്ടിയെ വിലയിരുത്തി രേഖപ്പെടുത്തുന്നത് പ്രധാനമായും അധ്യാപകൻ്റെ ടീച്ചിങ് മാനുവലിലെ പ്രതികരണ പേജിലാണ്. ടേമിൻ്റെ അവസാനത്തിലോ യൂണിറ്റ് കഴിയുമ്പോഴോ നടക്കുന്ന പരീക്ഷ എന്നിവ മൂല്യനിർണ്ണയത്തിന് ഉദാഹരണമാണ്. ഇനി നമുക്ക് വിലയിരുത്തൽ പ്രക്രിയകൾ നോക്കാം. വിലയിരുത്തൽ എന്ന പദം നിത്യജീവിതത്തിൽ നാം പല സന്ദർഭങ്ങളിൽ പ്രയോഗിക്കാറുണ്ട്. എന്നാൽ സ്കൂൾ പ്രവർത്തനങ്ങളിൽ പഠന പ്രക്രിയയും വിലയിരുത്തൽ പ്രക്രിയയും പരസ്പരം ഇഴചേർന്ന് നിൽക്കുന്നു. ഇവിടെ കേവലം അളക്കൽ മാത്രമല്ല, മറിച്ച് പഠനത്തെ കൂടുതൽ കാര്യക്ഷമമാക്കുന്ന ഒരു പ്രവർത്തനം കൂടിയാണ് വിലയിരുത്തൽ. വിലയിരുത്തൽ പ്രധാനമായും 3 തരമുണ്ട്. ഒന്നാമത്തേത് പഠനത്തിനായുള്ള വിലയിരുത്തൽ, അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്. രണ്ടാമത്തേത് വിലയിരുത്തൽ തന്നെ പഠനം, അസസ്മെൻറ്റ് ആസ് ലേണിംഗ്. മൂന്നാമത്തേത് പഠനത്തെ വിലയിരുത്തൽ, അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്. വിലയിരുത്തൽ 3 എണ്ണമാണ്: അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്, അസസ്മെൻറ്റ് ആസ് ലേണിംഗ്, അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്. നമുക്ക് നോക്കാം. ഒന്നാമത്തേത് അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്, പഠനത്തിനായുള്ള വിലയിരുത്തൽ. ക്ലാസ് റൂമിൽ പഠനം നടക്കുമ്പോൾ അതിൻ്റെ ഫലപ്രാപ്തിക്കായി വിലയിരുത്തൽ നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ടീച്ചറുടെ ഇടപെടൽ കുട്ടിയുടെ പഠനത്തെ കാര്യക്ഷമമായി മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നു. വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ടീച്ചർ നൽകുന്ന സഹായങ്ങൾ, ഫീഡ്ബാക്ക് എന്നിവ ഈ വിലയിരുത്തലിൽ പെടുന്നു. രണ്ടാമത്തേത് വിലയിരുത്തൽ തന്നെ പഠനം, അസസ്മെൻറ്റ് ആസ് ലേണിംഗ്. താൻ ചെയ്ത പ്രവർത്തനങ്ങളെ സ്വയം വിമർശനാത്മകമായി പരിശോധിക്കുമ്പോൾ ഒരു കുട്ടി തൻ്റെ തന്നെ കഴിവുകളും പരിമിതികളും തിരിച്ചറിയുന്ന പ്രക്രിയയാണ് അസസ്മെൻറ്റ് ആസ് ലേണിംഗ്, വിലയിരുത്തൽ തന്നെ പഠനം. സ്വയം വിലയിരുത്തലിലൂടെ നടത്തുന്ന തിരുത്തൽ പ്രക്രിയയും പഠനം തന്നെയാണ്. ഇത് കൂടുതൽ എളുപ്പത്തിലേക്കുള്ള പഠനത്തിലേക്ക് കുട്ടിയെ നയിക്കും.
ഇനി മൂന്നാമത്തേത് പഠനത്തെ വിലയിരുത്തൽ, അസസ്മെൻ്റ് ഓഫ് ലേണിംഗ്. ഒരു നിശ്ചിത കാലയളവിന് ശേഷം കുട്ടിയുടെ പഠന നിലവാരം അളക്കുന്ന രീതിയാണിത്. പഠനബോധന പ്രക്രിയയിലൂടെ ഓരോ പഠിതാവിനും ഉണ്ടായ മാറ്റം, പഠന നിലവാരം എന്നിവ മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു. ഇങ്ങനെ ലഭിക്കുന്ന ഫീഡ്ബാക്ക് പഠനതന്ത്രങ്ങളെ വിമർശനാത്മകമായി വിലയിരുത്തുന്നതിന് ടീച്ചറെ സഹായിക്കുന്നു. ടേം വിലയിരുത്തൽ, TE ഇതിന് ഉദാഹരണമാണ്. നിരന്തരമായി നടക്കുന്ന വിലയിരുത്തലിനെ സംരചന മൂല്യനിർണ്ണയം, ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്നും ഘട്ടഘട്ടമായി നടക്കുന്ന വിലയിരുത്തലിനെ ആത്യന്തിക മൂല്യനിർണ്ണയം, സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്നും വിളിക്കുന്നു. നിരന്തരമായി വിലയിരുത്തലും മൂല്യനിർണ്ണയവും നടക്കുമ്പോൾ മാത്രമാണ് സമഗ്രമായി ഒരു വിലയിരുത്തൽ നടത്തിയെന്ന് പറയാൻ കഴിയുക. അതുകൊണ്ടാണ് ഇന്നത്തെ വിലയിരുത്തൽ നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തൽ CCE എന്ന് പറയുന്നത്. സിയുടെയും ടിയുടെയും രേഖപ്പെടുത്തലാണ് കുട്ടിയുടെ പഠന പുരോഗതി നിർണ്ണയിക്കുന്നത്. 3 തരം വിലയിരുത്തലുകളെക്കുറിച്ച് നാം പറഞ്ഞു. പഠനത്തിനായുള്ള വിലയിരുത്തൽ, പഠനം നടക്കുമ്പോൾ അതിൻ്റെ ഫലപ്രാപ്തിക്കായി നടത്തുന്ന വിവിധ ഇടപെടലുകളും വിലയിരുത്തലുകളും ഫീഡ്ബാക്ക് നൽകലുമാണ് പഠനത്തിനായുള്ള വിലയിരുത്തൽ. കുട്ടികളുടെ പ്രകടനം, പഠന തെളിവുകൾ, അധ്യാപികയുടെ നിരീക്ഷണം, കുട്ടിയുമായുള്ള ചർച്ച എന്നിങ്ങനെ വിവിധ മാർഗങ്ങളിലൂടെ വിവരം ശേഖരിച്ചാണ് വിലയിരുത്തുക. ലിഖിതമോ വാചികമോ ആയ ഫീഡ്ബാക്ക് കുട്ടികൾക്ക് നൽകണം. അത് പോസിറ്റീവ് ആകണം. എങ്ങനെയെല്ലാം ചെയ്താൽ കൂടുതൽ മികവിലേക്ക് ഉയരാനാകുമെന്നുള്ള വ്യക്തമായ ധാരണ പകരലാണ് പഠനത്തിനായുള്ള വിലയിരുത്തൽ. വിവരണാത്മകമാകണം. കുറ്റങ്ങളും കുറവുകളും പറയലല്ല. ഗ്രേഡോ സ്കോറോ പഠനത്തിനായുള്ള വിലയിരുത്തലിൽ ഇല്ല. പഠന പ്രക്രിയയിലുടനീളം സംഭവിക്കണം. അധ്യാപികയുടെ വിലയിരുത്തലും കുട്ടികളുടെ പരസ്പര വിലയിരുത്തലും പഠനത്തിനായുള്ള വിലയിരുത്തലിൽ വരും. രണ്ടാമത്തേത് വിലയിരുത്തൽ തന്നെ പഠനം, അസസ്മെൻ്റ് ആസ് ലേണിംഗ്. ഇത് പ്രധാനമായും സ്വയം വിലയിരുത്തലാണ്. താൻ ചെയ്ത പ്രവർത്തനത്തിലൂടെ സ്വയം വിമർശനപരമായി കടന്നു പോകുന്ന ഒരു പഠിതാവ് തൻ്റെ മികവുകളും പരിമിതികളും തിരിച്ചറിയുന്ന ഒരു പ്രക്രിയയാണിത്. ഗ്രേഡോ സ്കോറോ പഠനത്തിനായുള്ള വിലയിരുത്തലിൽ ഇല്ല. പഠന പ്രക്രിയയിലുടനീളം സംഭവിക്കണം. എത്തേണ്ട ലക്ഷ്യത്തെക്കുറിച്ചും നേടേണ്ട നിലവാരത്തെക്കുറിച്ചും ധാരണയുള്ള കുട്ടിക്കാണ് സ്വയം വിലയിരുത്തൽ നന്നായി നടത്താനാവുക. മൂന്നാമത്തേത് പഠനത്തെ വിലയിരുത്തൽ, അസസ്മെൻ്റ് ഓഫ് ലേണിംഗ്. ഒരു നിശ്ചിത കാലയളവിന് ശേഷം എത്രത്തോളം പഠിച്ചു എന്ന് വിലയിരുത്തലാണ് പഠനത്തെ വിലയിരുത്തൽ. നിശ്ചിത കാലയളവിൽ ഒരു പഠിതാവിലുണ്ടായ മാറ്റം, പഠന നിലവാരം എന്നിവ വിലയിരുത്തുന്നതിനെ പഠനത്തെ വിലയിരുത്തൽ എന്ന് പറയാം. നേരത്തെ പറഞ്ഞു ടേം വിലയിരുത്തൽ ഇതിന് ഉദാഹരണമാണ്. അധ്യാപകരാണ് ഈ വിലയിരുത്തൽ നടത്തുക. ഗ്രേഡിംഗ് നടത്തും. കുട്ടികളുടെ നേട്ടത്തെ നിലവാരവുമായി താരതമ്യം ചെയ്യും. ഫലം രക്ഷിതാക്കളുമായും കുട്ടികളുമായും പങ്കിടുകയും ചെയ്യും. ഒരു ടേമിൻ്റെയോ യൂണിറ്റിൻ്റെയോ നിശ്ചിത കാലയളവിൻ്റെയോ അവസാനമാണ് ഈ വിലയിരുത്തൽ നടത്തുകയെന്നും നേരത്തെ സൂചിപ്പിച്ചു.